ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് എൻ്റെ ഏടത്തിയുടെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അവർക്കൊന്നും ഇങ്ങനെ എപ്പോഴും വരാനൊന്നും പറ്റില്ല. ഞങ്ങൾ കുറച്ച് ദൂരമായ കാരണം അവർക്ക് എപ്പോഴും വന്നിട്ടൊക്കെ എല്ലാം ചെയ്തു തരാൻ ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നിൽക്കണം. അപ്പോൾ വളാഞ്ചേരിയാണുള്ളത് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയക്കുക, അതേപോലെ കുറേ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നിട്ട് എന്താ പാടെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ അറിയണ എൻ്റെ നമ്പറുള്ള ആൾക്കാരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ കുറേ ആൾക്കാരിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് കമൻ്റൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് എന്താ പറയുക, ആദ്യം തന്നെ നന്ദിയാണ് പറയുന്നത് കേട്ടോ. ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടോ കയറുന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. തികച്ചും 2000 പോലും എനിക്ക് ആവലില്ല കേട്ടോ വീഡിയോസ് ഇട്ടാലൊന്നും. പിന്നെ അന്ന് ഇപ്പം മിഞ്ഞാന്നിട്ട വീഡിയോ 2000 കഴിക്കണം, 2000-ൻ്റെ കുറച്ച് മുകളിലൊക്കെ കഴിക്കണം. ഇതുവരെയൊക്കെ അങ്ങനെ സംസാരിച്ചിട്ടിടുന്ന വീഡിയോസ് ഇതുവരെ 2000 ഒന്നും കടക്കലില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ചാനൽ. പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര മാസമാണ് എല്ല് പൊട്ടിയാലൊക്കെ ഇടേണ്ടതെന്ന് കേട്ടോ. പക്ഷെ എത്ര മാസമാണെന്നുള്ളത് ഡോക്ടറും പറഞ്ഞിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അറിയാം എത്ര ഇടേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മുടെ ആകെ കട്ട പോസ്റ്റ് അടിച്ചെടുക്കുക, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും എടുക്കാൻ പറ്റാത്തൊരു ഇതല്ലേ. എന്ത് വീഡിയോ ഇപ്പം എടുക്കുക ഒക്കെ അറിയില്ല. ഇങ്ങനെ വെറുതെ ഇരിക്കുക. അല്ലെങ്കിൽ ഒന്നരാടം വീഡിയോസും കാര്യങ്ങളൊക്കെ സ്കിറ്റായിട്ട് ഞാൻ ഇടലുള്ളതല്ലേ. പക്ഷെ ഇപ്പോൾ അതും പറ്റുന്നില്ല. ലൈവ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇടണം. പിന്നെ എന്തൊക്കെയുണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കാലിൻ്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ ഒരു മുണ്ടേറ്റ് കാല് കെട്ടിയിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ അങ്ങനെ അടിയിലൊക്കെ ചളിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാല് കെട്ടിയിരിക്കണം. പിന്നെ ഈ സംഭവം കൊടുന്നിട്ടുണ്ട്. അതിൻ്റെ വല്യമ്മാൻ്റെതായിരുന്നു, ഇപ്പാൻ്റെ ഉമ്മാൻ്റെ. അപ്പം അങ്ങനെ ഇപ്പാൻ്റെ അവിടെ പോയിട്ട് ഈ സാധനം എടുത്തു കൊടുന്നിട്ടേക്കും. അതേപോലെ അളിയനും കൂടി പോയിട്ടാട്ടോ എടുത്തു കൊടുന്നത്. അത് കൊണ്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരാൾ നമ്മളിങ്ങനെ താങ്ങുമ്പോൾ ഒരിങ്ങനെ പിടിക്കുമ്പോൾ എനിക്കിൻ്റെ കൈയിൻ്റെ ഷോൾഡർ ഭയങ്കര വേദന കേട്ടോ. ഒരാളിങ്ങനെ നമുക്കിങ്ങനെ പിടിച്ച് വരുമ്പോൾ ഓരോ കഴുത്തിൽ കൂടെ നമ്മളെ കൈ വെച്ചിട്ട് അവർ പൊന്തിക്കല്ലേ. അപ്പോൾ നല്ല കടച്ചിലും പിന്നെ മറ്റേ കാല് നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് നടക്കാനൊന്നും ബാത്റൂം പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പാൻ്റെ വീട്ടിൽ പോയിട്ട് എടുത്തു കൊടുന്ന് അതിൻ്റെ വല്യമ്മാൻ്റെ ആയിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് കൂടെ നിൽക്കണം. പിന്നെ